ഡയറക്ടർ ജനറൽ ഓഫ് ഫോഴ്സ് ഇന്റലിജൻസ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ കൈസർ റഷീദ് ചൗധരി, നേപ്പാളിലെ യുവ നേതാവ് ബാലേന്ദ്ര ഷാ, കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഇവരൊക്കെ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ പാതയിലാണ്. നരേന്ദ്രമോദിക്കായി, ഭാരതത്തിനായി എന്തും ചെയ്യാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇവർ. മോദിയുടെ ഉയർന്നു വരുന്ന ജനസമ്മതിക്കൊപ്പം ബംഗ്ലാദേശും നേപ്പാളും കാനഡയും ഇന്ത്യക്കൊപ്പം കൈകോർക്കുകയാണ്. താരിഖ് റഹ്മാൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതിനു പിന്നാലെ ബംഗ്ലാദേശിന്റെ ഉന്നത രഹസ്യാന്വേഷണ വിഭാഗം മേധാവി ഇന്ത്യ സന്ദർശിച്ചു. ബംഗ്ലാദേശിലെ പ്രമുഖ പ്രതിരോധ രഹസ്യാന്വേഷണ ഏജൻസിയായ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോഴ്സ് ഇന്റലിജൻസ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ കൈസർ റഷീദ് ചൗധരിയാണ് മാർച്ച് 1 മുതൽ 3 വരെ ദില്ലിയിൽ സന്ദർശനം നടത്തിയത്. ഇത് ബംഗ്ലാദേശിന് ഇന്ത്യയോടുള്ള ആ ഒരു നിലപാടുകളുടെ വലിയൊരു മാറ്റത്തിന്റെ സൂചനയായിട്ടാണ് വിലയിരുത്തുന്നത്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ മേധാവി പരാഗ് ജെയിൻ, മിലിറ്ററി ഇന്റലിജൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ RS രാമൻ ഇവരുമായാണ് അദ്ദേഹം ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായത്. പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തതിന് 5 ദിവസത്തിന് ശേഷം ഫെബ്രുവരി 22-നാണ് താരിഖ് റഹ്മാൻ ബ്രിഗേഡിയർ ജനറൽ കൈസർ റഷീദിനെ മേജർ ജനറലായി ഉയർത്തുകയും DGFAയുടെ തലവനായി നിയമിക്കുകയും ചെയ്തത്. മാർച്ച് 2-ന് ഒരു സ്വകാര്യ അത്താഴ വിരുന്നിനിടെയാണ് ഈ ഇന്റലിജൻസ് മേധാവികൾ കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ് അറിയുന്നത്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കുന്നതിനെക്കുറിച്ചും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള സുരക്ഷാ പങ്കാളിത്തത്തെക്കുറിച്ചും വളരെ വിശദമായ ചർച്ചകൾ നടന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, മുഹമ്മദ് യൂനിസിന്റെ കാലത്ത് പാകിസ്ഥാനുമായി വളരെയധികം അടുക്കുകയും പാക് ഇന്റലിജൻസ് ഏജൻസിയുമായിട്ട് ചേർന്ന് ഇന്ത്യക്കെതിരെ ചില ഗൂഢാലോചനകളൊക്കെ നടത്തിയിരുന്നു. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യക്കെതിരെ ഇളക്കിവിട്ടു, സിലിഗുരി ബ്ലോക്ക് ചെയ്ത് 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തുമെന്നൊരു പ്രഖ്യാപനം നടത്തി. ഇതൊക്കെ നടത്തിയത് മുഹമ്മദ് യൂനിസാണ്. പക്ഷെ പുതിയ പ്രധാനമന്ത്രി താരിഖ് അൻവർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു. ഇന്ധന പ്രതിസന്ധിയിൽ വലഞ്ഞ ബംഗ്ലാദേശിന് 5000 ടൺ ഡീസലാണ് ഇന്ത്യ നൽകിയത്. വർഷം തോറും അസമിലെ നുമാലിഗർ റിഫൈനറിയിൽ നിന്നും 1,80,000 മെട്രിക് ടൺ ഡീസലാണ് ഇന്ത്യ ബംഗ്ലാദേശിന് നൽകി വരുന്നത്. ഇങ്ങനെ ബന്ധങ്ങൾ തുടരുകയാണ്. നേപ്പാൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി നേടിയ ഐതിഹാസിക വിജയത്തിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ ആശംസകൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് നേപ്പാളിലെ യുവ നേതാവ് ബാലൻ ഷാ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. അദ്ദേഹം പറയുന്നത്, ഭാരതവും നേപ്പാളും തമ്മിലുള്ള ചരിത്രപരവും ബഹുമുഖവുമായ ബന്ധം അത് വരും ദിവസങ്ങളിൽ കൂടുതൽ ആഴത്തിലുള്ളതും ഫലോന്മുഖവുമാക്കാൻ ഒന്നിച്ച് പ്രവർത്തിക്കും എന്ന് തന്നെയാണ്. നേപ്പാളിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ മതേശി പ്രധാനമന്ത്രിയും ഏറ്റവും പ്രായം കുറഞ്ഞ ഭരണത്തലവനുമാകാൻ ഒരുങ്ങുകയാണ് 35 വയസ്സുകാരനായ ഈ റാപ്പർ. 2022-ൽ മാത്രം രൂപീകരിച്ച ഒരു രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടിയാണിത്. നേപ്പാളിലെ പരമ്പരാഗത രാഷ്ട്രീയ ശക്തികളെയൊക്കെ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞാണ് ഇവർ അധികാരത്തിലേക്ക് വരുന്നത്. ആകെയുള്ള 165 സീറ്റുകളിൽ 125 എണ്ണവും ഇവർ നേടി കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചു. നരേന്ദ്രമോദി RSP അധ്യക്ഷൻ രവി ലാമിച്ചാനെയും ബാലൻ ഷായെയും ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചിരുന്നു. 2 രാജ്യങ്ങളുടെയും, ഇന്ത്യയുടെ നേപ്പാളിന്റെ പുരോഗതിക്കും ക്ഷേമത്തിനുമൊക്കെ പുതിയ സർക്കാരുമായി സഹകരിക്കാനുള്ള ഭാരതത്തിന്റെ പ്രതിജ്ഞാബദ്ധത നരേന്ദ്രമോദി ആവർത്തിക്കുകയും ചെയ്തു. സാംസ്കാരികമായും ഭൂമിശാസ്ത്രപരമായും ഭാരതവുമായി ഏറെ അടുത്ത് നിൽക്കുന്ന നേപ്പാളിൽ ഒരു മതേശി നേതാവ് ഭരണത്തലവനാകുന്നത് 2 രാജ്യങ്ങൾക്കുമിടയിലുള്ള സൗഹൃദത്തിൽ പുതിയ സുവർണ അധ്യായം തുറക്കും എന്ന് തന്നെയാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. നഗരസഭാ തലപ്പത്ത് നിന്ന് രാജ്യത്തിന്റെ ഭരണസാരഥ്യത്തിലേക്ക് എത്തിയ ബാലൻ ഷായുടെ നയങ്ങൾ കാഠ്മണ്ഡുവിലും വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ചൈനയുടെ സ്വാധീനത്തെ മറികടന്ന് ഭാരതവുമായുള്ള നയതന്ത്ര സാമ്പത്തിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നത് നേപ്പാളിന്റെ വികസനത്തിന് അനിവാര്യമാണെന്ന തിരിച്ചറിവ് പുതിയ നേതൃത്വത്തിലുണ്ട്. നേപ്പാളിലെ യുവാക്കൾക്കിടയിൽ വൻ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് ബാലൻ ഷാ. അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ പ്രായോഗികമായ സമീപനമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ആത്മനിർഭർ ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ പ്രയാണത്തിൽ നേപ്പാളിനെയും പങ്കാളിയാക്കാൻ മോദി സർക്കാർ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിന് എന്തായാലും ബാലൻ ഷായുടെ ഈ നിലപാട് കരുത്തേക്കും. 2 നേതൃത്വങ്ങളാണ് കഴിഞ്ഞ ആഴ്ച ഭാരതത്തിനൊപ്പം നിൽക്കാൻ, നരേന്ദ്രമോദിക്ക് ഒപ്പം നിൽക്കാൻ സന്നദ്ധത അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിൽ നിന്നും വ്യക്തമാകുന്ന മറ്റൊരു കാര്യം, നരേന്ദ്രമോദി എന്ന നേതാവ് അദ്ദേഹം ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് പ്രിയപ്പെട്ടവനാവുകയാണ്. മാറി നിന്നവർ പോലും, വെറുത്തവർ പോലും, അല്ലെങ്കിൽ എതിർത്ത് നിന്നവർ പോലും ഒപ്പം വരുന്ന എന്തോ ഒരു മാജിക് അത് നരേന്ദ്രമോദിയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്ന, ആരാധിക്കുന്നവരിൽ ഏറെയും. എന്നാൽ അത് അങ്ങനെ തന്നെയാണ്, അത് ശരിയാണ് എന്ന് തെളിയിക്കുകയാണ് ഈ ലോക നേതാക്കൾ. ന്യൂസ് ഡെസ്ക് കർമ്മ.